വീട്ടുമുറ്റത്തൊരു മീൻകുളം, നല്ലോണം മീനോണം മത്സ്യവിളവെടുപ്പ്. നമ്മൾ എത്തിയിട്ടുള്ളത് കായൽമഠത്തിൽ കുഞ്ഞി മുഹമ്മദ് ഖാന്റെ അടുത്താണ്. ഈ കാണുന്ന പടുതാക്കുളത്തിലെ മീൻപിടുത്താണെന്ന് നടക്കാൻ പോകുന്നത്. വെള്ളം ഒന്ന് വറ്റിച്ചിട്ടതുകൊണ്ട് തന്നെ മീനുകൾ ഒരു സൈഡിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിളവെടുപ്പിന്റെ സമയത്ത് പിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും. എങ്ങനെയായാലും ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ആദ്യം ഉദ്ഘാടകനായിട്ടുള്ള നമ്മളെ MLA വാക്കുകളൊന്ന് കേൾക്കാം. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ ആഷിഖ് പറഞ്ഞു വരാലിനെ കുറിച്ച്. ശരിക്കും കണ്ണൻ എന്ന് പറഞ്ഞാൽ അതിന് ഇവിടുത്തെ നാട്ടുകാർക്ക് അത് ഒരു ആ പേര് കേൾക്കുമ്പോൾ ഒരു സ്വാദിഷ്ടാവുള്ളൂ. തിരുമത്തെ സ്വാദ് വേറെ ഉണ്ട്, അത് കേൾക്കുമ്പോൾ ഒരു സുഖം വേറെ ഉണ്ട്. വരാല് വിളവെടുപ്പ് ഉദ്ഘാടന സമയത്ത് എത്തിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് കർഷകന് ഒരുക്കിയിട്ടുള്ള വിരുന്ന് കണ്ടില്ലേ? വരാല് ഫ്രൈ ചെയ്തതും കപ്പയും പിന്നെ മറ്റു കുറച്ച് ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാലും വരാല് കഴിച്ചിട്ടുള്ള സുഹൃത്തുക്കളോട് നമുക്കൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാം. നമ്മൾ കഴിച്ചു നോക്കി, പേഴ്സണലി നല്ല അഭിപ്രായം തന്നെയാണ്. നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി, സൂപ്പർ. ഞങ്ങൾ ഇടയ്ക്കിടെ കഴിക്കുന്നല്ലേ, ഞങ്ങള് വാങ്ങി കഴിക്കണാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നതാണ്. മീന് വില ആകുമ്പോൾ ഇവിടെ വരിക. ഇതിന് വളമൊന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. സൂപ്പറാട്ടാ, അടിപൊളിയല്ലേ? അടിപൊളിയാണ്. കപ്പയും കണ്ണം പൊരിച്ചതും ചമ്മന്തിയും അടിപൊളി. വരാല് വിൽപ്പനയും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കർഷകനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. എത്ര ഇപ്പൊ വളർത്താൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ 4 വർഷമായി. ഇത് എത്ര സെന്റാണ് കുളം? ഇത് 2 സെന്റ്. ഇപ്പോൾ ഇതിൽ ഫുള്ള് വരാലിന്. ഇപ്പൊ തവണ എത്ര മീൻ കുഞ്ഞുങ്ങൾ നമ്മൾ? 930 കുഞ്ഞുങ്ങൾ. ഏകദേശം എത്ര മാസത്തിന് ശേഷം വളർത്തും? ഇത് 7 മാസമായി. എങ്ങനെയാണ് ഇപ്പൊ? ഹാപ്പിയാണോ? കുഴപ്പമില്ല. എത്ര വെയിറ്റ് വരുന്നുണ്ട്? മാക്സിമം സൈസ്? മാക്സിമം 1200 1300 വരുന്നുണ്ട്. ഇതൊക്കെ വിഷകേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2020 മുതൽ ഇങ്ങോട്ടേക്ക് നല്ല രീതിയിൽ മത്സ്യകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കർഷകനാണ് കുഞ്ഞു മുഹമ്മദ് കായൽമഠത്തിൽ. വളരെ ആക്റ്റീവായ നല്ലൊരു കർഷകനാണ്. 28 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റായി. മെയിനായിട്ട് ഇതിൻ്റെ ഒരു ആവശ്യം നമ്മളെ മനസ്സിൻ്റെ ഹാപ്പിയാണ്, മനസ്സിൻ്റെ സന്തോഷം. ഇതെല്ലാം കൃഷി ചെയ്യുമ്പോഴും മനസ്സിന് വളരെ സന്തോഷമാണ്. എങ്ങനെയാണ് സപ്പോർട്ട് കുടുംബത്തിൽ? കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് മെയിനായിട്ട് നമുക്കുള്ളത്. പിന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം, നല്ല മീൻ കഴിക്കാം. പുറത്തുനിന്നുള്ള അമോണിയ മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിച്ച മീൻ കഴിക്കണ്ട, നമുക്ക് ആവശ്യത്തിന് നല്ലത് കഴിക്കാം. ഇത് കൊമേഴ്ഷ്യലായിട്ടൊരു പ്രോഫിറ്റ് ആയിട്ടൊരു വരുമാനത്തിന് വേണ്ടിയാണോ അതോ? അല്ല, അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ വരുമാനം കണക്കാക്കി ഇത് ചെയ്യരുത്. നമ്മൾ എല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതും ചെയ്യാം. അപ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടാവും, നമുക്ക് നല്ല മീൻ കഴിക്കുകയും ചെയ്യാം. പിന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് ചെറിയ വരുമാനം ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് ഫിഷറീസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവരുടെ സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ നിൽക്കുന്നത്. നമ്മളെ പ്രൊമോട്ടർ ഉണ്ട് ജലീൽ സാഹിബ്, മൂപ്പരാണ് ഇതിന് നമ്മളെല്ലാ പ്രോത്സാഹനം തരുന്നത്. ഈ ഫാമിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ മത്സ്യം വാങ്ങാനും വേണ്ടിയിട്ടും കർഷകൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.